ഞാനോ? അത് ഭയങ്കര പ്രശ്നമായിരുന്നു. ആളുടെ അവസരം ചേച്ചിയായിട്ട് അവിടെ കളയായിരുന്നു. സ്വപ്നത്തിൽ പോലും നടക്കാത്തൊരു സംഭവം. ആ നടി ഞാൻ തന്നെയാ. എനിക്ക് പകരൊരു നാടകനടി വന്ന ആ മച്ചാനവാന്നുള്ള പാട്ടൊക്കെ എന്താ അസലായിട്ടൊക്കെ ഇരിക്കണേ. മുകേഷ് വരെ കേറി വരുന്നത് ഇങ്ങനെ പതുങ്ങിയിട്ടായിരുന്നു. ഞാൻ നിന്നിട്ടാണ് കളിക്കുന്നത് ആ ഡാൻസ്. അപ്പൊ അതിന്റെ ഓട് പൊട്ടുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഞാൻ എടുത്തെടുത്ത് ഞാൻ കാണാറുള്ളത്. മാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് മനർമ്മ തളിപ്പിക്ക് മീരയാണ്. പുറലോകത്തിലുള്ള ആൾക്കാരുടെ ചേച്ചിയോടുള്ള സ്നേഹം എന്താണെന്ന് ചേച്ചി അധികം ഒന്നും അറിഞ്ഞിട്ടില്ല. കാണുമ്പോഴാണ് അതാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അറിയിക്കുന്നത്. എന്റെ മുടി ഇങ്ങനെ കുറച്ച് കേളി ബേബി ഹെയർ ആണല്ലോ, കുറച്ച് കേളി. അപ്പൊ ഞാൻ പുള്ളിക്കാരിയെ പോലെ ഇങ്ങനെ വെട്ടിയൊക്കെ ഇട്ട് എന്റെ വിചാരം ഞാൻ ചില സമയത്ത് ഞാൻ പല ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോ അവര് എന്റെ പുരികൊക്കെ വന്ന് നോക്കും. ഒന്നോ കാണിച്ച് ഞങ്ങളൊന്ന് നോക്കാം, കാരണം കുറെ പേര് വാണിജ്യയെ പോലെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാറുണ്ട് അത്ര. അപ്പൊ എന്നെ കണ്ടപ്പോ അവർക്ക് അതാണ് നോക്കുന്നത്. ഞാൻ ഒരുപാട് ചിരിച്ചവര്. ശരിക്കും പറഞ്ഞ ബാബുവേട്ടന്റെ അമ്മയുണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും. എന്റെ അമ്മയൊക്കെ ശരിക്കും ഒരുപാട് വേഷങ്ങൾ കിട്ടും. ഇങ്ങനെ അടുക്ക് ചോറും പാത്രമൊക്കെ ഉണ്ടല്ലോ, പാത്രമൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന പോലെ കാണിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ കിടുകിടുകിടുന്ന് തന്നെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ചേച്ചി 13 വയസ്സിലാണ് ചേച്ചി ആദ്യമായിട്ട് ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ എത്തുന്നത് അല്ലെ? അതും നമ്മുടെ ശിവാജി ഗണേശൻ സാറിന്റെ പേരക്കുട്ടിയായിട്ട്. അത് കഴിഞ്ഞിട്ടും പിന്നെ ചേച്ചി 17 വയസ്സില് NT രാമറാവുവിന്റെ സിനിമയില് നായികയായിട്ട് എത്തുന്നു. അവിടെ ചേച്ചിയെ ഈ പടം കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 വർഷത്തോളം എനിക്ക് സിനിമയൊന്നുമില്ല. ഞാനൊരു വിഡോന്റെ ക്യാരക്ടറാണ് ആ പടത്തിൽ. അതായത് ബാല്യവിവാഹം ചെയ്തിട്ട് അങ്ങനെ ആ കൊച്ച് ബാല്യവിവാഹമാണ്. അപ്പൊ ആ കൊച്ചിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ കൊച്ച് മരിക്കുകയാണ് വെള്ളത്തിൽ പോയിട്ട്. അപ്പൊ ആ ഒരു വയസ്സ് മുതൽ ഒരു 6 വയസ്സോ 7 വയസ്സോ ആ മുതൽ വിഡോ ആണ് ആ ക്യാരക്ടർ. അപ്പൊ ഞാൻ അതിൽ അഭിനയിക്കുന്ന 13 വയസ്സായിട്ടുള്ള ക്യാരക്ടർ. ഞാൻ വരുമ്പോഴും ഞാനും വെള്ളപ്പാവടയും ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചിലപ്പോൾ ഒരുപാട് കമ്മലിടാം, കളറായിട്ടുള്ള സാരികളൊക്കെ കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് സിനിമ രംഗത്ത് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്റെ ഉള്ള കമ്മലും അഴിച്ചു വെച്ച് അങ്ങനെ അഭിനയിച്ചൊരു ആളാണ് ഞാൻ. അപ്പൊ ആ പടം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിജയകാന്ത് സാറിന്റെ പൂന്തോട്ടക്കാവൽക്കാരനാണ് അഭിനയിക്കുന്നത്. പൂന്തോട്ടക്കാവൽക്കാരൻ തമിഴ് മൂവി പിന്നെ ചെയ്യുന്നത്. പൂന്തോട്ടക്കാവൽക്കാരൻ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. ആ പടം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കന്നഡ രാജ്കുമാർ സാറിന്റെ നായികയായി 15 വയസ്സില് 16 വയസ്സില്. അതുപോലെ തന്നെ തെലുഗു മൂവി ജഗപതി ബാബു ഇല്ലേ, നമ്മുടെ മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വില്ലനായിട്ട്. പുള്ളി നായകനാകുന്ന പടം. അങ്ങനെയാണ് തെലുഗുൽ ആദ്യമായിട്ട് അപ്പൊ എല്ലാ സൗത്ത് ഇന്ത്യയിലെ മലയാളം ഒഴികെ ബാക്കി എല്ലാ ലാംഗ്വേജും ഇൻഡസ്ട്രിയും കറങ്ങി എല്ലാം കഴിഞ്ഞിട്ടാണ് മാതൃഭാഷയായ മലയാളത്തിലേക്ക് മടങ്ങുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു തൃശ്ശൂർ, ഒരു ഒല്ലൂര് തൃശ്ശൂരുകാരി എങ്ങനെയാ ചേച്ചി ഇങ്ങനെ ഈ തമിഴ് തെലുഗു കന്നഡയിലേക്കൊക്കെ ആദ്യമേ പോയത്? അല്ല, അച്ഛൻ ചെന്നൈയിലായിരുന്നു. അസ്ട്രോളജർ ആയതുകൊണ്ട് അച്ഛൻ ചെന്നൈയിലായിരുന്നു. അപ്പൊ ഇവിടെ കുറച്ച് പഠിച്ച് പിന്നെ ഞാൻ അവിടേക്കാണ് പോയത്. അത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശിവാജി സാറിന്റെ ആ മൂവി വന്നത്. അച്ഛനെ കാണാൻ വന്നവര് എന്നെ പരിചയപ്പെട്ട് അങ്ങനെയാണ് ആ പടം വന്നത്. അങ്ങനെ പിന്നെ തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഗേളിഷ് സാധനം ഒന്നുമില്ല, ഭയങ്കര ഒരു മാൻലി ആയിട്ടുള്ള രീതിയിൽ ജീവിച്ചു വന്നിരുന്ന വാണി എന്ന് പറഞ്ഞൊരു കുട്ടിയില് എപ്പോഴായിരിക്കും ഒരു സിനിമാ മോഹം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും? അത് അച്ഛൻ എല്ലാവർക്കും അറിയാം, ചേച്ചി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അസ്ട്രോളജർ ആണ്. സിനിമ എന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സിനിമ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങളെ എപ്പോഴും സിനിമ കാണിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ചെറുപ്പം മുതലേ ഒരു ഇതുണ്ട്, ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട് സിനിമ എന്ന്. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തൊക്കെ സിനിമ വരുന്നു വിചാരിച്ചല്ലോ. ഒരു 20-22 ആയതിനു ശേഷമായിരിക്കും സിനിമയൊക്കെ വരിക എന്നാണ്. പക്ഷെ പെട്ടെന്ന് വന്നു, പെട്ടെന്ന് അങ്ങനെ അഭിനയിച്ചു. അപ്പൊ അത് വന്നത് എങ്ങനെയാ ചേച്ചി? എങ്ങനെ എൻട്രി ചെയ്തത് ഈ മീഡിയ, ഈ ഒരു വേൾഡിലേക്ക്? ഇപ്പോ അച്ഛനെ കാണാൻ വന്നു അവര് പ്രൊഡ്യൂസർ അച്ഛന്റെ അടുത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അച്ഛനെ കാണാൻ വന്നിട്ട് അച്ഛന്റെ അടുത്ത് ആ പടത്തിന്റെ പൂജയൊക്കെ തുടങ്ങുന്ന സമയത്തിന് വേണ്ടിയിട്ട് അവര് ചോദിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ഞാൻ സ്കൂൾ വിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് ആ പടത്തില് ശിവാജി സാറിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആയിട്ടുള്ള ഒരു വേഷം ചെയ്തു. അങ്ങനെയാണ് ഞാൻ എൻട്രി ചെയ്തത്. അപ്പൊ അതിലെ നായിക വന്നിട്ട് നമ്മുടെ ചിത്രം മൂവിയിലെ രഞ്ജനി മാമാണ് നായിക. ഞാനതൊക്കെ ഭയങ്കര വിസ്മയത്തോടെയായിരുന്നു അന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചേച്ചിയുടെ വലിയൊരു ആരാധികയുണ്ട്. ആരാധിക വന്നിട്ടുണ്ട്, പക്ഷെ അതിന് തൊട്ട് മുമ്പേ ആരാണെന്നതൊക്കെ അവരുടെ ഒരു പ്രൊഫൈൽ വീഡിയോ ഉണ്ട്.
ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. Okay. പേര് പൊന്നി. ദാ ആ പൊന്നി ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് പൊന്നി. നമസ്കാരം. നമസ്കാരം. എന്താണ് വാണി ചേച്ചിനെ ഇത്ര ഇഷ്ടം? വാണി ചേച്ചിയുടെ കുറേ ഇതുപോലത്തെ സിനിമയിലെ പല സീനുകളും റീൽസ് ഒക്കെ ആയിട്ടൊക്കെ പൊന്നി ചെയ്യാറുണ്ട്. എന്താണ് ഇത്ര ഇഷ്ടം വാണി ചേച്ചിയോട്? പോലീസ് വേഷമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഓക്കെ. ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം വാണി മാമിന്റെ ഒരുപാട് ഫിലിംസും കാര്യങ്ങളും ഞാൻ കാണാറുള്ളതാണ്. പക്ഷെ പോലീസ് വേഷമാണെങ്കിൽ ഞാൻ എടുത്തെടുത്ത് ഞാൻ കാണാറുള്ളത്. ട്രൂത്ത്, കിങ്, അതുപോലെ ഉസ്താദ്, അങ്ങനെയുള്ള എല്ലാത്തരം ഫിലിംസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി മാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് മനർമ്മത്തായി സ്പീക്കിംഗ് മീരയാണ്. ആ ഒരു സോങ് എന്ന് പറയുന്നത് മച്ചാനെ എന്നുള്ള സോങ് ഞാൻ ടിക്ടോക്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലും അത്യാവശ്യം നല്ലൊരു ഫോളോവേഴ്സിന്റെ ഒരു ടൈമിൽ നിൽക്കുമ്പോഴാണ് ബാനായി പോയത്. അപ്പം അതിലും ഞാൻ ഈ സെയിം റീല് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള മീൻസ് മാമിന്റെ ആ കോസ്റ്റ്യൂമും സെയിം ഹെയർ സ്റ്റൈലും ഒക്കെ തന്നെ ഞാൻ അതിൽ മീൻസ് നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഞാൻ അതേപോലെ തന്നെ ക്യാരക്ടർ ആയി മാറി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുള്ളൊരു സംഭവം തന്നെ. അപ്പം സെയിം തന്നെ ഇപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് തന്നെ എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ ഞാൻ വീണ്ടും എടുത്തിട്ട് ചെയ്തപ്പോൾ അവിടെ എനിക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഈ പോലീസ് സ്റ്റേഷനുകളോട് വളരെയധികം ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് മാമിനെ വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആക്ടിങ് എനിക്ക് കാണാൻ സാധിച്ചില്ല. ഒരുപാട് ചേച്ചി പുറത്തേക്ക് ഇറങ്ങാറില്ല. പുറലോകത്തിലുള്ള ആൾക്കാരുടെ ചേച്ചിയോടുള്ള സ്നേഹം എന്താണെന്ന് ചേച്ചി അധികം ഒന്നും അറിഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അറിയിക്കുന്നത്. നോക്കൂ, ഇവരൊക്കെ ഇവരുടെ റീൽസ് ഇവരെ ഇത്രത്തോളം പോപ്പുലർ ആക്കിയിരിക്കുന്നത് ഇവര് ചേച്ചിനെ ഇനാക്ട് ചെയ്തിട്ടാണ്. അപ്പൊ അവർക്ക് ചേച്ചിയോടുള്ള ഇഷ്ടം നോക്കൂ. അങ്ങനെയാണ് ഞാനൊരു ചാലഞ്ച്. ഇപ്പൊ ചേച്ചി റിയൽ വാണി വിശ്വനാഥ് ഇവിടെ ഇരിക്കുകയാണ്. ഈ വാണി ചേച്ചി ഇവിടെ ഇരുത്തിക്കൊണ്ട് പെട്ടെന്ന് ഞാനൊരു ടാസ്ക് തന്നാൽ വാണി ചേച്ചിയുടെ ഏതെങ്കിലും ഒരു സീക്വൻസ് ഇവിടെ നിന്ന് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? ശ്രമിക്കാം. ഓക്കെ. ഏതായിരിക്കും? ഇത് തന്നെ ചെയ്താലും മതിയോ? ഈ പാട്ടിന്റെ തന്നെ ചെയ്താൽ ഓക്കെ. അത് ചെയ്യാൻ പറ്റുമോ അല്ലേ? ഓക്കെ. പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുമോ? ആ, പാട്ട് പ്ലേ ചെയ്യാം. അതില് ഞാൻ പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കെട്ടിയൊക്കെ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് അതിന് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എണീറ്റ് നിന്ന് ചെയ്യാമോ? കുഴപ്പമില്ല. ഓക്കെ. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞ റിയൽ വാണി വിശ്വനാഥ്. ഇത്രയും വാണി ചേച്ചീനെ അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് വാണി ചേച്ചിയുടെ ഓരോ സീക്വൻസും ചെയ്യുമ്പോഴും ചേച്ചിയുടെ ആ ഒരു മാനറിസംസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ റിയൽ ലൈഫിൽ ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ടോ? അത് എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ വാണി വിശ്വനാഥാണ് എന്നൊരു തോന്നലൊക്കെ വരാറുണ്ടോ? എന്റെ അച്ഛനെ ഞാനൊരു പോലീസ് ആവണമെന്നായിരുന്നു ആഗ്രഹം. ഓക്കെ. നിർഭാഗ്യവശാലായില്ല. കാരണം എനിക്ക് ഹൈറ്റ് ഒക്കെ ഉള്ളത് കൊണ്ടും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആർട്സ് ആൻഡ് സ്പോർട്സിൽ എല്ലാത്തിലും പങ്കെടുക്കുന്ന ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞങ്ങൾ 3 പേരും ആർട്സ് ആൻഡ് സ്പോർട്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ എനിക്കാണ് ഏറ്റവും കൂടുതൽ മക്കളിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ആൾ ഞാൻ. സോ എന്നെ പോലീസ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ +2 പഠിക്കുമ്പോഴാണ് നമ്മൾ മോഡലിംഗ് ഫീൽഡിലേക്ക് തിരിഞ്ഞതും. അങ്ങനെയാ സിനിമയിലൊക്കെ ഒരു പോലീസ് ഓഫീസറുകൾ വരട്ടെ അതുപോലെ സാധിക്കുമെന്ന് തോന്നുന്നില്ല. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. ആ ഒരു അതുകൊണ്ടൊന്നും ഒരു തടസ്സവും ഇല്ല. അതിന്റെയൊക്കെ ഉദാഹരണം അതൊരു കാര്യവും തടസ്സമായിട്ട് പറയരുത്. നമ്മൾ പിന്നെ കൂടുതൽ അവരെ ശ്രദ്ധിക്കുന്നു. ഞാൻ എപ്പോഴും അതായിരുന്നു ഞാൻ വരാഞ്ഞതെന്നല്ല പറയുന്നത്. ആ സന്തോഷം കൂടുതൽ ആഗ്രഹിച്ചു. സിനിമയേക്കാൾ കൂടുതൽ സന്തോഷം അതിന് തന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരു തടസ്സമായത് കൊണ്ടാണ് ഞാൻ വരാഞ്ഞതെന്ന് ഒരിക്കലും. അപ്പൊ അത് ഒരിക്കലും പറയരുത്. 14 വർഷമായി ഇപ്പൊ വീട്ടമ്മയായിട്ട് നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി അങ്ങനെ പോകുന്നു. യൂട്യൂബൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കൂടെ പോകുന്നു. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. ഞാനിപ്പം
ശരിക്കും പറഞ്ഞ ഒരു വീട്ടമ്മ തന്നെയാണ്. അതിന്റെ ഇടയിൽ കാണുന്ന കണ്ടെത്തുന്ന സന്തോഷങ്ങളാണ് ഇതെല്ലാം. ഒരു പോലീസ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് അതെ, അടുത്ത വാണിജ്യേച്ചിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയൊക്കെ ചെയ്യും. താങ്ക് യു പൊന്നി, താങ്ക് യു സോ മച്ച്. സൂപ്പർ. ചേച്ചി ഇന്റർവ്യൂ അധികം കൊടുക്കാത്ത ഒരാളായിരുന്നു, അതൊരു വേറിട്ടൊരു അനുഭവമാക്കി തന്നെയാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇന്നിവിടെ ചെയ്യാൻ. വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. ഇതുപോലെ എത്രയോ പേരുണ്ട് ചേച്ചിനെ. ഒരുപാട് ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റുകളെയും കണ്ടു, ഒരുപാട് പേര് ഫോണിൽ സംസാരിച്ചു. ഇതിലൊക്കെ എനിക്ക് കൂടുതൽ സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്. അതാണ് ചേച്ചി പുറത്തേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഇതുപോലെ എത്രയോ പേരെ ചേച്ചി അധികം എല്ലാരും വന്ന് കണ്ടേനെ. ഓക്കെ, അടുത്ത റാപ്പിഡ് ഫയറിലേക്ക് പോകുന്നു കേട്ടോ. കരിയറിൽ എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ? അങ്ങനെ ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. അല്ല, പക്ഷെ ചേച്ചി ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു നടിയുടെ അവസരം ചേച്ചി നഷ്ടപ്പെടുത്തിയിട്ട് ചേച്ചി അവിടെ ആ ആൾക്ക് പകരം വന്നു എന്നുള്ളൊരു കാര്യം. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. ആളുടെ അവസരം ചേച്ചിയായിട്ട് അവിടെ കളയായിരുന്നു. ഞാനോ? സ്വപ്നത്തിൽ പോലും നടക്കാത്തൊരു സംഭവം. സത്യത്തിലാണ്, അവരൊന്നും മാറിയപ്പോഴത്തേക്ക് അവരുടെ സ്ഥാനം ചേച്ചി അങ്ങ് പോയി കൈയെടുത്തു, കൈകേറി എന്താ അങ്ങനെ പറയില്ലേ? ആരാ നടൻ? നടനല്ല, ഞാൻ നടിയെ കുറിച്ച് ആരാ നടൻ? വേറൊരു നടി. പറയൂ, ആരാ? ഞാൻ പറയില്ല ചേച്ചിക്ക്. എനിക്ക് ഓർമ്മ. സത്യമാണ് ചേച്ചി, ചേച്ചിക്ക് ഓർമ്മ വരുന്നില്ല? എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരും. എന്നാ ഞാൻ ഇനി എന്ത് ക്ലൂ തന്നാലും ആ നടി ഞാൻ തന്നെയാ. ഞാൻ തന്നെ. സുഖായിരിക്കുന്നു. പിന്നെ എന്റെ റോള് കളഞ്ഞിട്ടില്ല അങ്ങോട്ട് കയറി വന്നത്. അഭിനയിച്ചോണ്ടിരുന്നപ്പോ ഒന്ന് സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോയ സമയത്ത് ആ ക്യാരക്ടർ ചെയ്തു. ഇരിക്കൂ, ഞാൻ ആ കഥാപാത്രത്തെയാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ചേച്ചി ചെയ്യില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാലോ. അതാണ് ഞാൻ ആലോചിച്ചത്. എന്തോ ഒരു കൊണക്ഷനാണ് ഒപ്പിക്കാൻ പോകുന്നത് തോന്നിയില്ലേ? ഒട്ടും തോന്നിയില്ലേ? തോന്നി. അല്ല, ഞാൻ സംസാരിച്ചപ്പോ ഒട്ടും കത്തിയിട്ടില്ല. ഇല്ല, കാരണം അത് സിനിമയാണ് ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ ആ സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഓർമ്മകൾ ഒക്കെ ഒന്ന് പറയൂ. അതിന് ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ല, ഒരുമിച്ച് ചെയ്തിട്ടില്ല. അപ്പം പക്ഷെ ഞങ്ങൾ സെറ്റില് കണ്ടിരുന്നു. അന്ന് എന്താന്ന് വെച്ചാ കന്നഡയിലൊക്കെ നിക്കുന്ന വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരു ഹരമായിട്ട് വന്നിങ്ങനെ ഇറങ്ങണേയാണല്ലോ. അപ്പം ഞാനതില് നാടകനടി ശകുന്തള എന്നൊരു ക്യാരക്ടർ ഇത് സിനിമയിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഭയങ്കര എൻട്രി ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മറ്റേ പഴയ മേക്കപ്പ് ബോക്സ് ഒക്കെ പിടിച്ച ആള് നല്ല ഇത്രയും പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പൊ അത് ഞാൻ ഷൂട്ടിംഗ് സമയത്ത് കാണണ്ടായിരുന്നു. അപ്പൊ അത് കാണുമ്പോ ഭയങ്കര ത്രില്ലാണ് നമ്മൾക്ക്. പിന്നെ ആ പുരുഷന്മാരുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നല്ല ഹരമായിട്ട് വാണി വിശ്വനാഥ് ഇങ്ങനെ ഇറങ്ങിയ ഇത് ആരാണ് ഇത്? മലയാളത്തിൽ നമ്മൾ കാണാത്തൊരു മുഖമല്ലേ? കാരണം മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ കണ്ട്. അപ്പൊ ഇത് ഒരു പുതിയൊരാള് വരുമ്പോ അതും എനിക്ക് പകരം ഒരു നാടകനടി വന്ന അത് പക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നല്ല ക്യാരക്ടറാണ് എന്റേത്. ഞങ്ങൾ പിന്നെ പല പടങ്ങളും പിന്നെ അഭിനയിച്ചു കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പൊ അമ്മ അസോസിയേഷന്റെ അങ്ങനെ ആ ഒരു വാണിചേച്ചിയുടെ ഒരു ലാൻഡിങ്ങിനെ കുറിച്ച് ഇത്രയും എലാബറേറ്റ് ചെയ്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലേ? എന്നിട്ട് വാണിചേച്ചി ഫസ്റ്റ് സീനൊക്കെ ചെയ്യുമ്പോ അപ്പം പ്രിയം ചേച്ചി ഇങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ടും നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അതെന്ന് വെച്ചാ ഇന്നത്തെ പോലെയല്ലോ. അന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് കണ്ട് സ്ക്രീനിന്റെ മുമ്പിൽ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു അവസ്ഥയല്ലല്ലോ. ഡയറക്ടർ ആക്ഷൻ പറയുന്നത്. അപ്പം വന്ന ഒരാള് പുറത്തൊരു ഭാഷയിൽ നിന്ന് വന്ന് ചെയ്യാനാണ്. മലയാളി ആണെങ്കിലും വാണി പുറത്തുനിന്ന് വന്ന് ആദ്യമായിട്ടൊരു മലയാള പടം ചെയ്യുന്നതാണ് മാന്നാർ മത്തായി സ്പീക്കിംഗ്. അപ്പൊ പുതിയ ആള് വന്നതിന്റെ ഒരു ത്രില്ല് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അതൊരു ആ പടത്തിന്റെ ഒരു വിജയം തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മാന്നാർ മത്തായിലെ വാണി ഞാൻ പറയും. കാരണം ആ മച്ചാനവാന്നുള്ള പാട്ടൊക്കെ എന്ത് അസലായിട്ട് ചെയ്തിരിക്കണല്ലേ. അതിനിടയിൽ ശാന്തി മാസ്റ്റർ ആയിരുന്നല്ലോ ഓടിന്റെ മേളിൽ കേറാൻ പറഞ്ഞിട്ട് ചേച്ചി കേറിയിട്ട് എന്നോട് പറഞ്ഞ ഒരു ഓടിന്റെ മേലെ ഞാൻ കയറണം. എന്നിട്ട് എന്നോട് ഇറങ്ങിയതിന് ശേഷം ശാന്തി മാസ്റ്റർ ഭയങ്കര ബ്രേവ് തന്നെ, ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരുപാട് ഭയങ്കര എന്താ പറയാ, എനിക്ക് തമിഴാണ് വരുന്നത് പാരാട്ട്. റിസ്ക് എടുക്കാൻ തയ്യാറായ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് കിണറിന്റെ മോളിൽ കയറിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ശ്രദ്ധിച്ചറിയാം. മിക്ക സീൻസുകളും അങ്ങനെയാണല്ലോ മാന്നാർ മത്തായി. അങ്ങനെ ഒരു നാടകം അങ്ങനെ തുടങ്ങി. അവിടുന്ന് ഏതൊരു പ്രത്യേകിച്ചും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലാണ് ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം. ചേച്ചിക്ക് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റോട് കൂടി ചേച്ചി അതെല്ലാം ചെയ്യും. അന്നത്തെ ആ ഈ ഓടിന്റെ പുറത്ത് കയറിയിട്ടുള്ള സീക്വൻസ് അതിന്റെ പിന്നിൽ എന്തെങ്കിലും. എന്നിട്ട് എന്നോട് സിദ്ദിഖ് സാർ പറഞ്ഞു, വാണിയെ ഞങ്ങൾ പേടിപ്പിച്ചില്ല, പക്ഷെ വാണി ആ
ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണാം ഒരു ഓട് പൊട്ടുന്നുണ്ട് ആ കാല് വെച്ചിട്ട്. ഓ മുകേഷ് വരെ കയറി വരുന്നത് ഇങ്ങനെ പതുങ്ങിയിട്ടാണ് വരുന്നത്. ഞാൻ നിന്നിട്ടാണ് കളിക്കുന്നത് ആ ഡാൻസ്. അപ്പൊ അതിന്റെ ഓട് പൊട്ടുന്നുണ്ട്. ഭാഗ്യം അതെ നേരെ കളറിനടി പോയ എന്നാലും വിട്ടില്ല. എല്ലാ സീനും അതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതിപ്പോ പ്രേം ചേച്ചി പറഞ്ഞ പോലെ തന്നെ മാനർമത്തയിലെ ചേച്ചി ചെയ്തൊരു ക്യാരക്ടർ അത് ശരിക്കും ഒരു ശരിക്കും പറഞ്ഞ പടം തുടങ്ങുന്നിട്ട് എന്നോട് സിദ്ധി സാർ ആ പാട്ടിന്നാണ് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടത് എന്ന് എന്റെ ഒരു പറഞ്ഞു. പാട്ടിന്നാണ് ആ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റേ പാൽസരണികളിൽ അതിൽ എന്റെ ഒരു കുറച്ച് വാളെടുത്തും ഇതൊക്കെ കറക്കിയ ഒരു ഡാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഡാൻസിന്റെ ABCD അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ കലാമണ്ഡലം സുന്ദരി ടീച്ചർ ആശയുടെ അമ്മയടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. പക്ഷെ ആ സീനിൽ സിദ്ദിഖ് സാർ, എനിക്ക് സിദ്ദിഖ് സാറിന് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് ആകെ എൻ്റെ ഫീൽഡിൽ എനിക്ക് ഏറ്റവും റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഉള്ള ഒരു ഡയറക്ടറാണ് സിദ്ദിഖ് സാർ. ഞാൻ മരിച്ചിട്ട് കാണാൻ വരാത്തത് എനിക്ക് സങ്കടമുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കണോ എന്നുള്ളൊരു ചിന്ത കാണാതെ ആകുമ്പോൾ എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ കാണാൻ വരാഞ്ഞത്. അല്ലെ, നമ്മൾ അത്രയും നന്നായിട്ട് ആ പാട്ട് സിദ്ദിഖ് സാർ ഇത്രേ പറയുള്ളൂ, പ്രിയങ്ക ആ പാട്ട് ഫുള്ള് പഠിച്ച് ഈ ഡാൻസ് ഇവിടെ നിർത്തിട്ടേ പോകുള്ളൂ. കാരണം ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് നമുക്ക് ആ ഫിലിം കറങ്ങണ സൗണ്ട് കേൾക്കാം. വേസ്റ്റ് ആവുമ്പോ ഫിലിം വേസ്റ്റ് ആവുമ്പോ മാനസിക അപ്പഴാണ് പ്രൊഡ്യൂസർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്റെ വിചാരം ദൈവമേ ഇങ്ങനെ പറഞ്ഞോളൂ പല ഷോട്ടുകളിലും ചിരിച്ചിട്ട് ഫിലിമിന് ഒരുപാട് അങ്ങനെ ചേച്ചിക്ക് വഴക്കം കിട്ടി സിദ്ദിഖ്. കാരണം ഇന്നസെന്റ് ഏട്ടൻ ഇവർക്ക് കൗണ്ടറിന്റെ ആശ പോലല്ലേ എന്ത് പറയുമ്പോഴും സീനിൽ കൗണ്ടർ കാണുന്ന നമ്മൾ ഇത്രയും ചിരിക്കുമ്പോ സെറ്റിൽ അഭിനയിക്കുന്നത്. അവിടെ ഒരു കോമഡി നടന്നു. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ ആര് ചെയ്യാം എന്നുള്ള ഡിസ്കഷൻ നടക്കാറ്. ഞാനൊക്കെ ഒന്ന് അഭിനയിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരിയുടെ ക്യാരക്ടറിന് ആരാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇവരൊക്കെ ആലോചിക്കുന്നു നോക്കി പെട്ടെന്ന് ഇന്നസെന്റ് വാണി പറയുന്നു ശോഭനയെ ഇടാനോ. കാരണം ഇവര് ചിരിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയും. അല്ല, എനിക്ക് ഇന്നച്ചനും വേണുചേട്ടനും കൂടി ഉള്ളത് കൊണ്ടാണ് വെങ്കലം കണ്ടപ്പോ ഞാൻ അതിൽ നടത്തറ കനകം എന്ന് പറഞ്ഞ ഒരു നാടക ക്യാരക്ടർ മനോജ് കെ ജാൻ ഞാനും കൂടി അത് ചെയ്തിട്ടുണ്ട്, ഒരു ഡാൻസും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എന്നിലേക്ക് ആ നടനടി വന്നത്. അപ്പൊ ഓൾറെഡി വിയറ്റ്നാം കോളനി സിദ്ദിഖ് സാറിന്റെ പടത്തിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇങ്ങനെ വന്നു കിട്ടിയ ഒരു നല്ല എന്റെ ജീവിതത്തിൽ ഇപ്പോഴും പിത്തക്കാളി എന്ന് വിളിക്കുന്നതും നടനടി ശകുന്തള ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്യാരക്ടർ രണ്ടാമത്തെ പാട്ടെടുത്തപ്പോഴും ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ നമ്മുടെ മാന്തർമത്തായി പോലെ ഒന്നും അത് അത്രയും കൂടി കയറി വന്നില്ല. ആ പാട്ട് ഞാൻ ഒരുപാട് റിസ്ക് എടുത്തു. എനിക്ക് ഡാൻസ് അറിയില്ല, പക്ഷെ പടം കണ്ടിട്ട് ഞാനേ ഇരുന്ന് കയറി ഇത് ഞാൻ തന്നെയോ പാട്ടൊന്ന് പാടോ ചേച്ചി? അയ്യോ എന്റെ അമ്മേ, ഒരുപാടുണ്ട്. വഴിമറന്ന് കുഴിയിൽ വീണ് പിടയും കരലെടുത്ത് കലങ്ക ചിലങ്ക പണിയും അങ്ങനെ ഒത്തിരി ഒത്തിരി കയ്യും ചലിക്കണം തലയും കറക്കണം എല്ലാം കൂടി ആയപ്പോ ഞാൻ ചോദിച്ചു ഇത് എന്നെ കൊണ്ട് പറ്റുമോ? അവര് ഞാൻ അവസാനം നേരെ സ്റ്റേജിന്റെ പുറകെ ചെന്നിട്ട് എന്റെ പണിമല മുരുക ഈ പാട്ട് എന്നെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യിച്ചു ഞാൻ ചവിട്ടി മല കയറിക്കോളാം. സത്യം ഞാൻ പ്രാർത്ഥിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞു പ്രിയങ്ക ഒരു കാര്യം ചെയ്യേ, ഞാനിപ്പോ ആ ഡയറക്ടറുടെ പേര് പറയുന്നില്ല കേട്ടോ, അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു പാട്ട് തുടങ്ങുന്നതിന് 1 2 3 4 5 6 പറഞ്ഞ് ഇങ്ങനെ നിന്നാ മതി എന്ന്. ഞാനും അതേപോലെ ചെയ്തു. പാട്ട് തീരുന്നവരെ പറഞ്ഞു 1 2 3 4 5 6 സാറ് വിളിച്ചു പാട്ട് പാടിയായിരുന്നോ? ഞാൻ ഇങ്ങോട്ട് വാ ആ പാട്ടൊന്ന് പാടിക്കേ. ഇവിടുന്ന് പാടാൻ എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് പാട്ട് പാടാൻ പറ്റും. അവസാനം എന്തോ ഭാഗ്യത്തിന് ആ പാട്ട് കണ്ടാൽ നിങ്ങൾക്ക് പടത്തിൽ കണ്ടിട്ടുണ്ടാവും. അത്ര പെർഫെക്റ്റ് ആയിട്ട് ആനന്ദകുട്ടൻ ചേട്ടനായിരുന്നു ക്യാമറ. അതെനിക്ക് ഭയങ്കര എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇതാണ്. എല്ലാവരും വെച്ചാൽ അപ്പം ഓൾറെഡി നമ്മുടെ ശോഭന ചേച്ചി മറ്റേ മണിച്ചിത്രത്താഴിലെ മറ്റോ ഡാൻസും ഒക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വാളെടുത്തിട്ടുള്ള ഈ കലാശം കാണിക്കുന്നത്. ശോഭനയ്ക്ക് പഠിക്കണ പോലെ എന്നെ കൊണ്ട് അറിയാൻ പാടാത്ത കാര്യം ഞാൻ ചെയ്തു. പിന്നെ പ്രിയങ്കയുടെ ആ സീനിലാണ് എന്റെ ടൈറ്റിൽ എഴുതി അല്ലേ? വാണി വിശ്വനാഥ് ഞങ്ങൾ പുതുമുഖ നായിക എന്ന് പറഞ്ഞിട്ട് നല്ല രാശിയുള്ള. അതെ, നല്ല രാശിയുള്ള. എന്തായാലും അതിനാണെങ്കിലും പ്രിയങ്ക ചേച്ചിക്ക് വേറെ ഓഫർ വന്നു, വേറെ സിനിമയിലേക്ക് ഓഫർ വന്നു പോയത് കൊണ്ടാണ് ശകുന്തളയായിട്ട് പുതിയ ശകുന്തള ലാൻഡ് ചെയ്തത്. ഇപ്പോൾ ഞാൻ അതിന് വിഷമിക്കുന്നു. ഈ തരുണത്തിൽ ഞാൻ സോറി പറയും. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആ സിനിമയിലേക്ക് പോയതുപോലെ തന്നെ എനിക്ക് മാനാർമത്തായി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല. മാനാർമത്തായി കഴിഞ്ഞ് എനിക്കതല്ല, എനിക്ക് തിരിഞ്ഞു നോക്കാതെ ഇഷ്ടം പോലെ സിനിമ കിട്ടിയല്ലോ. നാടകം പോയില്ലെന്താ, അത് ഞാനല്ലേ കാരണം. അതെ അതെ, അപ്പൊ അങ്ങോട്ടല്ലേ ഞാൻ അവിടെ വന്ന് കയറിയതുകൊണ്ട് ഞാൻ പുറത്തു പോയി. എനിക്ക് ഇഷ്ടം പോലെ സിനിമയായി. പക്ഷെ ആ മാനാർമത്തായി സത്യം പറഞ്ഞ എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് പടങ്ങള് പിന്നെ കണക്ഷനായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയത്. പിന്നെ എല്ലാരും കൂടി എന്നെ കൊണ്ട് കോമഡിയിലേക്ക് ഇട്ടു. അങ്ങനെ കോമഡി. പിന്നെ അതിനുശേഷം നിങ്ങൾ പിന്നീട് കാണാറുണ്ടായിരുന്നോ? അങ്ങനെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ അല്ലേ, അമ്മയുടെ ഫംഗ്ഷനോ. പിന്നെ നമ്മള്
കരിമാടി വാസന്തി ലക്ഷ്മി ഞാൻ. വാസന്തി ലക്ഷ്മി. അതിലാണ് ഞങ്ങൾ പിന്നെ meet പിന്നെ ചെയ്തത്. കണ്ടത്. അതെ. അതിലാണ് നല്ല ക്യാരക്ടർ അല്ലായിരുന്നു. അതെ അതെ. മണിച്ചേട്ടനായിട്ടുള്ള പടം. ഉം. പിന്നെ ഞാൻ വാശി ചെയ്യാറുണ്ട് എപ്പോഴും കാണുമ്പോ ഇങ്ങനെ വിചാരിക്കും നമ്മളെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാള്. കാരണം ബോൾഡ് ആണല്ലോ, ഞാൻ എപ്പോഴും ബോൾഡ് ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് എതിരാളൊരു ബോൾഡ് ആയിടുമ്പോ നമ്മൾ അത് നോക്കും. അപ്പൊ വാണിചേച്ചിയിൽ നിന്നും എല്ലാരും ആദ്യം പഠിക്കുന്നതും എല്ലാരും ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ അത് തന്നെയാവും അല്ലെ? വാണിചേച്ചിനെ പോലെ കുറച്ചും കൂടെ കേപ്പബിൾ ആവണം, കുറച്ച് ബോൾഡ് ആവണം അല്ലെ? ലേഡീസ് എപ്പോഴും അങ്ങനെ ആവണം. ആയേ പറ്റൂ ഇപ്പോഴത്തെ കാലത്ത്. നമ്മൾ അങ്ങനെയല്ല നമുക്ക് ജീവിക്കാൻ ഇപ്പൊ പറ്റൂല. നമ്മൾ ഇപ്പൊ എന്ത് സമയമാണ് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുക എന്നുള്ളൊരു നമുക്ക് ഉണ്ടാവണം. എനിക്കിപ്പോ അത് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു നമ്മൾ കാണുന്ന അതെ, എത്രയായാലും സെലിബ്രിറ്റീസിന് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും സാധാരണക്കാരെ. എന്തായാലും താങ്ക് യു പ്രിയങ്ക ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു എൻട്രി, ഇങ്ങനൊരു സമയത്തിന് എന്റെ വാണിക്കുട്ടിയുടെ കൂടെ എനിക്ക് കാണാൻ പറ്റി, ഇതുപോലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചല്ലോ. എനിക്ക് വളരെ സന്തോഷം. എന്തായാലും ഒരു കാര്യം കൂടെ, മലയാളത്തില് ഇനിയും ശക്തമായ ക്യാരക്ടർ ചെയ്തിട്ട് നമ്മുടെ ഫീൽഡിൽ നിൽക്കണം, വന്നിരിക്കും. എല്ലാരും ഇത് തന്നെയാ പറയുന്നത്. കാരണം എന്താ അറിയോ, വന്നാൽ ഗുണമുള്ളവരെ നമ്മൾ കൂടുതൽ ഇൻവൈറ്റ് ചെയ്യും. വരണം എന്നാണ്. കാരണം ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് വാണിക്ക്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം ഞാൻ പ്രാർത്ഥിക്കും. നമുക്ക് ഇനിയും കാണാം. ഈ അടുത്ത പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആവട്ടെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മച്ചാനെ വായന്റെ മച്ചാനെ വാ, അത് സാരി ഉടുത്ത് ചേച്ചി ചെയ്ത ഒരു സീക്വൻസ് ശരിക്കും എന്താ പറയാ, ഒരു പ്രത്യേക തന്നെ ഒരു ഫീല് തന്നു. നല്ലൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു സീൻ തന്നെയായിരുന്നു. അതിനുശേഷം ചേച്ചിയിൽ ശ്രദ്ധിക്കപ്പെട്ട സാരി ഉടുത്ത് ചേച്ചി ചെയ്ത ഒരു പാട്ടുണ്ട്, നന്ദലാല. അതിൽ ചേച്ചിയുടെ ഹെയർ സ്റ്റൈലും ചേച്ചിയുടെ പോലും എല്ലാവരും കാണുമ്പോ പറയുന്ന കൊച്ചുകുട്ടികൾ, ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ആണ്. ഓക്കെ, എന്നാ ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. പക്ഷെ അതിന് തൊട്ട് മുമ്പേ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇപ്പൊ വാണി വിശ്വനാഥിന്റെ ഒരു ചെറിയ കട്ടൊക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. നന്ദലാല അതും കൂടെ പഠിത്തരും. നന്ദലാല ആക്ച്വലി ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് കളിച്ചാണ് നന്ദലാല, ഇൻഡിപെൻഡന്റ് സിനിമ. എനിക്ക് തോന്നുന്ന ആ സമയത്ത് എല്ലാവരുടെയും യൂത്ത് ഫെസ്റ്റിവലിന് കളിച്ചു, പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിന് കളിച്ചു. ഞാൻ എന്റെ കോളേജിൽ പഠിക്കുമ്പോൾ വരെ കളിച്ചെങ്കിൽ ആ പാട്ടിന്റെ ഒരു ശക്തി ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ആ വാണി ചേച്ചിയുടെ ഒരു പവറാണ് അത്, ആ പാട്ടിന്റെ ഉണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ മുടിയൊക്കെ, എന്റെ മുടി ഇങ്ങനെ കുറച്ച് കേളി, ബേബി ഹെയർ ആണല്ലോ, കുറച്ച് കേളി. അപ്പൊ ഞാൻ പുള്ളിക്കാരിയെ പോലെ ഇങ്ങനെ വെട്ടിയൊക്കെ ഇട്ട്, എന്റെ വിചാരം ഞാൻ ചില സമയത്ത് അല്ല ഞാൻ അതുപോലെ അങ്ങനെ പാട്ടൊക്കെ പാട്ടി ഇങ്ങനെ 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 മുടിയൊക്കെ ഇട്ട് ചന്തം അതൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. ഇഷ്ടം കൊണ്ടാട്ടോ ഇതൊക്കെ. നല്ല ഇഷ്ടം. ആ ഡാൻസ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കളിച്ചു തരാൻ പറ്റുമോ? ചേച്ചിയെ ഒരുപാട് ഇഷ്ടപ്പെട്ട ചേച്ചിയുടെ ഈ പറയുന്ന പോലെ ഈ ഡാൻസ് ഒക്കെ ഒരുപാട് ചെയ്തിരിക്കുന്ന അശ്വിനി എന്ന് പറഞ്ഞ ഒരു സീരിയൽ ആക്ടറാണത്. ബാൽസലം എന്ന സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ജി കേരളത്തില് ബാൽസലം എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. അശ്വിനിയും ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കൂ, വാണി ചേച്ചിയെ കാണുന്നത് ഇമോഷണലായി. ഓക്കെ, വാണി ചേച്ചിയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്. വാണി ചേച്ചിയുടെ നന്ദലാല ഒരുപാട് തവണ വാണി ചേച്ചി ഞാൻ വാണിയാണെന്ന് വിചാരിച്ച് ഡാൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ വാണി പ്രേമം എന്ന് മുതൽ തുടങ്ങി? ഇമോഷണലായ ആള് അല്ല, അത് ഞാൻ എന്റെ ഓർമ്മ വെച്ച നാള് മുതല് എന്താ പറയാ ഇഷ്ടമുള്ള ഒരു ഫേസ് ആണ്. അപ്പം എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ മമ്മി ഒരു നാഷണൽ അത്ലറ്റ് ആയിരുന്നു. മമ്മി ഇങ്ങനെ ബോൾഡ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് എന്താ പറയാ, ചേച്ചിനെ അന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് BPL TV ആണല്ലോ, ചേച്ചിനെ ഇങ്ങനെ ടിവിയിൽ കാണുമ്പോ ഒക്കെ ഞാനിങ്ങനെ പറയും, ഞാൻ മമ്മിയുടെ അടുത്ത് എനിക്ക് പുള്ളിക്കാരിയെ പോലൊക്കെ ആവണം, അതുപോലൊക്കെ ആവണം. അങ്ങനെയൊക്കെ ഞാൻ ചെറുപ്പം പോലെ മുടിയൊക്കെ വെട്ടി നടക്കുമായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഞാനും ഇൻഡസ്ട്രിയിലോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വന്നപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ എനിക്ക് അറിയാവുന്ന ആർട്ടിസ്റ്റോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ചേച്ചി കാണാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ. താങ്ക് യു സോ മച്ച്. എനിക്ക് കാണാൻ സാധിച്ചാലാണ് സന്തോഷം. കാരണം ഞാൻ ഇപ്പൊ ഒരുപാട് ഞാൻ വെളിയെ വന്നിട്ട് ഒരുപാട് നാളായി. അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബാബുരാജ് സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സത്യമായിട്ടും സാറ് അക്സെപ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടൊന്നും ഇല്ല, ചേച്ചി ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിച്ചു. കണ്ടോ, ഇപ്പൊ ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടായി, FB-ലോ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ പോലത്തെ ആൾക്കാർ ചേച്ചി അടുത്തേക്ക് എത്തിപ്പെടുമായിരുന്നു. പക്ഷെ ചേച്ചിക്ക് അതും ഇല്ല.
അതാണ് കേരളത്തിലല്ല താമസിക്കുന്നത്, ചെന്നൈയിലും പോയി നിൽക്കും. അപ്പൊ ഇവരെ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ വളരെ സന്തോഷം. ചേച്ചിയുടെ അന്ന് ഇവരൊക്കെ ഇതുണ്ട്, ചേച്ചിനെ കോപ്പി ചെയ്യാനും ഇനാക്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ഇവരൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചേച്ചിയുടെ ഹെയർ സ്റ്റൈൽ ആയിരുന്നു. അന്ന് അത് ഭയങ്കര ഒരു സ്റ്റൈലായിരുന്നു എല്ലാവർക്കും. വാണിയുടെ ഹെയർ സ്റ്റൈൽ പോലെ എന്റെ ഹെയർ ആക്കൂ എന്ന് പറഞ്ഞ് പലരും പല ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോ അവര് എന്റെ പുരികൊക്കെ വന്ന് നോക്കും, ഒന്ന് കാണിച്ച് ഞങ്ങളൊന്ന് നോക്കട്ടെ, കാരണം കുറെ പേര് വാണി ചേച്ചിയെ പോലെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാറുണ്ട് അത്ര. അപ്പൊ എന്നെ കണ്ടപ്പോ അവർക്ക് അതാണ് നോക്കുന്നത്, അവര് മുടി ഹെയർ സ്റ്റൈലും ഇതൊക്കെ നോക്കി അവര് അത് പഠിച്ച്. ചേച്ചി കോൺഷ്യസ് ആയിട്ട് ആ ഹെയർ സ്റ്റൈല് ഓക്കെ ഇങ്ങനെ ഒരു സ്റ്റൈൽ ചെയ്യാം എന്ന് വിചാരിച്ചാക്കിയതായിരുന്നു? ഇല്ല, എനിക്ക് ആക്ച്വലി ഈ സ്റ്റൈൽ ആക്കി തന്നത് രാധിക മാം ആണ്. ഞാൻ പൂന്തോട്ട കാവൽക്കാരൻ പടം ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു സാധാരണ ലെങ്തി ഹെയർ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഇത് ഭംഗിയില്ല, കുറച്ചുകൂടെ ഈ ഒരു അപ്പൊ സ്റ്റെപ്പ് എന്ന് പറയും, ലെയർ കട്ടിന് സ്റ്റെപ്പ് കട്ട് എന്ന് പറയാ. അപ്പൊ പുള്ളിക്കാരിയുടെ ഹെയർ ഡ്രസ്സറുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് വെട്ടി തന്നാണ്. പുള്ളിക്കാരിയാണ് ഇതിന്റെ സ്വന്തം, ഈ സ്റ്റൈലിന്റെ സ്വന്തം പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയാണ് എനിക്ക് ഈ സ്റ്റൈൽ ആക്കി തന്നത്. അവിടെ ഭയങ്കര തിക്കായിരുന്നു മുടി. അപ്പൊ ഇവരെയൊക്കെ പോകുമ്പോ ഇവര് ചെന്നിട്ട് സലൂൺ ചെന്നിട്ട് പറയാ വാണി ചേച്ചിയുടെ ഹെയർ സ്റ്റൈൽ, വാണി വിശ്വനാഥിന്റെ ഹെയർ സ്റ്റൈൽ അതാക്കി തരൂ. തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വെട്ടിക്കുളമായതൊക്കെയാണ്. പിന്നെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എന്റെ ഹെയർ ഒന്നും എസ്പെഷ്യലി വേറെ ഒന്നും ചെയ്തിട്ടില്ല, തന്നെയാണ് ഹെയർ. പിന്നെ ഇപ്പൊ സീരിയലിൽ നമ്മൾ വേറെ ഹെയർ സ്റ്റൈലൊക്കെയാണ്, ക്യാരക്ടറിനനുസരിച്ച് അപ്പൊ മാറ്റും. അശ്വിനിയുടെ ബ്രദർ അർജുൻ ഇവരൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര മിന്നും താരങ്ങളാണ്, ഭയങ്കര വൈറലാണ് ഇവരൊക്കെ. ഭയങ്കര ബിഗ് ബോസില് പോയിട്ടുണ്ട് അർജുന്റെ വിശേഷങ്ങളൊക്കെ. അർജുൻ ഇപ്പൊ റീസെന്റ് ജിത്തു ജോസഫ് സാറിന്റെ മൂവി ചെയ്തു. ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും അശ്വിനി താങ്ക് യു സോ മച്ച്. അപ്പൊ അതാ ഞങ്ങൾ മനസ്സിൽ ഒരുപാട് വർഷമായിട്ട് ആഗ്രഹിച്ചു വെച്ചൊരു കാര്യം ഞങ്ങളിതാ നേടി തന്നിരിക്കുന്നു, കാണാൻ പറ്റും. ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഒട്ടും ചേച്ചിനെ അട്രാക്ട് ചെയ്തിട്ടില്ല, അതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഒന്നും ചേച്ചിക്ക് തോന്നിയിട്ടേ ഇല്ല അല്ലേ? തോന്നിയിട്ടില്ല, ഇപ്പൊ തോന്നുന്നുണ്ട്. ഇവരുടെ ഇഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ അപ്പം ഇങ്ങനെ അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും ചേച്ചി ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവപ്പെടുന്ന കുറെ ഓരോ കാര്യങ്ങളുണ്ട്, ഓരോ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ എനിക്ക് കാണിച്ചു തരാറുണ്ട്. പക്ഷെ ഞാൻ അതിനോട് കൂടുതൽ അടുത്തിട്ടില്ല, അത് മാത്രം. ഇല്ല. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അതൊന്നും ഞാൻ പ്ലേ ചെയ്യാം. മോന്റെ കല്യാണത്തിന്റെ സമയത്ത് വാണി ചേച്ചി വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് അവർ ഓരോരുത്തരും വന്ന് അവരിത് തന്നെയാണ് നോക്കിയിരിക്കണേന്ന് തന്നെ ചിലപ്പോ തോന്നും. അല്ലാന്ന് പറയുമ്പോ അത് ഓരോരുത്തരുടെ ഉപജീവന മാർഗമാണ്. അപ്പൊ നമ്മളതിനകത്ത് എന്ത് പറയാൻ പറ്റും, ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് അവർക്കൊരു വരുമാനത്തിന് വേണ്ടിയാണ്. പക്ഷെ നമുക്ക് അത് എത്രത്തോളം പെയിൻഫുൾ ആവുന്നുണ്ട്. ഇന്നത്തെ ലോകം അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവര് പറയാം, അതിന് മാക്സിമം അവസരം ഇല്ലാണ്ടിരിക്കാൻ കൊടുക്കുക. കാരണം അവർക്ക് എന്തെങ്കിലും പറയണം, നമുക്ക് അതിനൊക്കെ പുറകെ നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നടന്നിട്ട് കാര്യമില്ല, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോണത്. ഓക്കെ, ഇതപ്പം വീട്ടിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ലേ ഈ ഒരു വിഷയമൊക്കെ? ഇല്ല, കുറവായിരിക്കും. ഞാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് അതിനോടുള്ള അട്രാക്ഷനും വേണ്ട കുറവ് എന്ന് തോന്നുന്നത്. ഓക്കെ, കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ആൾക്കാര് പിന്നാമ്പുറത്തിൽ എന്തൊക്കെയാണ് മറ്റുള്ളവരുടെ വീട്ടിൽ എന്തൊക്കെ നടക്കണോ അതൊക്കെ അറിയാൻ വെറുതെ ഇരുന്ന് അവർക്ക് വ്യൂസ് കിട്ടാനും അവർക്ക് ഇത് കിട്ടാനും മറ്റുള്ളവരുടെ ലൈഫിനെ വെച്ചിട്ടാണ് ഇവർ. അതൊരു രോഗമല്ലേ, അതൊരു രോഗമാണ് ശരിക്കും പറഞ്ഞാൽ. ആ രോഗത്തിന് ഇനി മരുന്ന് കണ്ടുപിടിക്കണം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുവാണെങ്കിൽ കേൾക്കാൻ എല്ലാവർക്കും രസമാണ്. പക്ഷെ ഒരാളെ കുറിച്ച് മോശം പറയുക അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നിട്ട് അതിനകത്ത് ഇത് ഇങ്ങനെ വലിയ ചർച്ചയാക്കുക, അതൊക്കെ ഇത് കാണുന്ന ഒരു വ്യക്തി എത്രത്തോളം വേദന എടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഇങ്ങനെ ഇവരുള്ള ചിന്തിക്കുന്നേ ഇല്ല. അതുകൊണ്ടും തന്നെ ആയിരിക്കാം കൂടുതലും ഞാൻ ഇതൊന്നും എനിക്ക് കാണാത്ത കാരണം ഞാൻ സമാധാനമായിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ. ഓക്കെ, അപ്പൊ ഈ 10 വർഷം ചേച്ചി ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നപ്പം ചേച്ചി ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്തിരുന്നതും ചേച്ചി ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ചേച്ചിക്ക് നൽകിയതും എന്തൊക്കെയായിരുന്നു? എന്റെ ഏറ്റവും വലിയ ഹാപ്പി, ഞാൻ സിനിമയുടെ കൂടെ തന്നെയാണ്. ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നാലും സിനിമയോട് കൂടിയിട്ടാണ് പോകുന്നത്. എല്ലാ പടങ്ങളും കാണും, എല്ലാ സിനിമകളും കാണും. അപ്പൊ പക്ഷെ എനിക്ക് സിനിമ തന്നിട്ടുള്ള സന്തോഷത്തെക്കാളും നമുക്ക് സിനിമയാണ് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ളത്. പക്ഷെ സിനിമ തന്നത് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിലും നല്ല സന്തോഷത്തിലേക്കല്ലേ നമുക്ക് പോകേണ്ടത്. അപ്പൊ അതിലും നല്ല സന്തോഷമാണ് എനിക്ക് എന്റെ കുട്ടികളുടെ കൂടെ നടക്കുന്നതും അവരെ ഡ്രോപ്പ് ചെയ്യുന്നതും 14 വർഷമായിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ. അതാണ് ഏറ്റവും സന്തോഷം. അതുകൊണ്ട് മാറി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഷോയില് ഇപ്പൊ നമ്മൾ സീസൺ 3 ആദ്യത്തെ എപ്പിസോഡാണിത്. അപ്പൊ ഈ പോയ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സീസണിൽ എന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ശങ്കരൻ എന്നാണ് ആളുടെ പേര്. ആള് വന്നിട്ട് എന്തൊക്കെ ചോദിക്കും, എങ്ങനെയാണ്, ഇതൊന്നും എനിക്കറിയില്ല. കേട്ടിടത്തോളം കുറച്ച് കുനിഷ്ഠ ചോദ്യങ്ങളും കുറച്ച് ഇങ്ങനത്തെ എന്തൊക്കെയോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ചേച്ചിയുടെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്, അത് ചേച്ചി ഹാൻഡിൽ ചെയ്തോളാം.
ഹായ് ശങ്കരൻ. ഹായ് ഹായ്. ശങ്കരന്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കണോ? ശങ്കരന് ചോദിച്ചാ പോരെ? വേണ്ട. ഇത് മനസ്സ് പറയുന്ന കാര്യങ്ങൾ ശങ്കരൻ അറിയണം. അറിയണം. ചേച്ചിയോട് ശങ്കരന് ചോദിക്കാനുള്ള കാര്യങ്ങളാ. ചോദിക്കൂ. ഇരിക്കുന്നോ? ഇരുന്നോ. ഭാവിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന അച്ഛന്റെ പ്രവചനം സത്യമാകുമെന്ന് മനസ്സ് പറയുന്നു. അല്ല, എന്നെ വാക്കിൽ പറഞ്ഞാൽ മതി. ആക്ച്വലി ക്ഷണിച്ചതാണ്, പോകാൻ തീരുമാനിച്ചുമാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞതാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് അച്ഛൻ മരിച്ച സമയമായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഇനി എപ്പോഴെങ്കിലും വരാലോ, കുഴപ്പമൊന്നുമില്ല. ചാൻസസ് ഉണ്ട്. ഓക്കെ. തോക്കും അടുത്തിട്ട് പോയവളാണ് വാണി വിശ്വനാഥ് എന്ന വിശേഷണം കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു തോക്കിനായിരിക്കും അടുത്തത്. ഓക്കെ. സിനിമയിൽ നിന്നും മകളെ തേടി അവസരങ്ങൾ വരുന്നുവെങ്കിലും ആർച്ചിയെ സിനിമയിലേക്ക് വിടാൻ ചെറിയ മടിയുണ്ട്. എനിക്ക് മടിയൊന്നുമില്ല, ബാബുവേട്ടനും മടിയില്ല, അവൾക്കാണ് കുറച്ച് മടി. ആണോ? അതെ. അപ്പൊ അതുകൊണ്ട് അവളുടെ തീരുമാനമാണ്. സിനിമ എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല, ഞങ്ങളൊക്കെ കുടുംബമേ സിനിമയിലാണ്. അപ്പൊ അവൾക്ക് എപ്പോ ഇഷ്ടം വരുന്നോ അവൾ അഭിനയിക്കട്ടെ. അതെ. ആളിപ്പോ പഠിക്കുകയാണ്. ഇപ്പൊ പഠിക്കുകയാണ്. മദ്രാസിൽ വെച്ച് മെഡിക്കൽ ഷോപ്പിൽ പോയി വരുന്ന വഴിക്ക് ഒരു കാർ വന്ന് തട്ടിയ സംഭവം ജീവിതത്തിലെ ആദ്യകാല ട്രോമയിൽ ഒന്നായിരുന്നു. അതെന്താ ചേച്ചി സംഭവം? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഒരാളെ അടിച്ചില്ല എങ്കിലും കാറ് തട്ടിയിട്ട് പോയിട്ട് അവൻ നിർത്താതെ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അറിയാതെയായിരിക്കുന്നു. പിന്നെ വേണം എന്ന് വിചാരിച്ചത്, വേണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പോയി നമ്മുടെ ചെറിയൊരു വാണി വിശ്വനാഥ്, ഞാൻ റിയൽ വാണി വിശ്വനാഥ് അതാണ് ഉണ്ടായത്. ഓക്കെ. അപ്പൊ റിയൽ ലൈഫിലും ചേച്ചി കൊടുത്തിട്ടുണ്ടല്ലേ? കൊടുക്കേണ്ടി വരുമ്പോ കൊടുക്കും. ആണ്. യെസ്, അങ്ങനെ ആവണം. നമ്മള് നോ പറയാൻ പറ്റേണ്ടടുത്ത് അല്ല, പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ. ശങ്കരൻ കേട്ടോ? സൂക്ഷിച്ചൊക്കെ നിക്കണം കേട്ടോ. വാണിച്ചേച്ചി. അതുകൊണ്ടാണ് ഈ ഡ്രസ് തോന്നുന്നു. ഓക്കെ. എന്നെ അപമാനിക്കാൻ മുന്നോട്ട് വരുന്ന ഒരാളെ നേരിടേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അത് കഴിഞ്ഞേ മറ്റാരുടെയും സഹായം തേടേണ്ടതുള്ളൂ. സത്യമാണ്. ഞാൻ കഴിഞ്ഞിട്ട് എനിക്ക് പറ്റില്ല എന്ന് വരുമ്പോഴാണ് വേറൊരാളുടെ ആവശ്യമുള്ളൂ. അത് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നു. ഭാഗ്യം കൊണ്ട് ഞാൻ തന്നെ മതി. ഇതേപോലെ ബോൾഡാണ് ചേച്ചി. മക്കളും ബോൾഡ് എന്ന് പറയാം. മോൻ നല്ല ബോൾഡാണ്. മോള് ഇനി ആവാലോ, സോഫ്റ്റാ. ഇപ്പൊ പഠിപ്പിനോടാണ് കൂടുതൽ ബോൾഡ്. അതെ താല്പര്യം. മലയാളത്തിൽ ഹീറോയ്ക്ക് വേണ്ടിയിട്ടാണ് സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അതാണല്ലോ വേണ്ടത്. അതൊരു വ്യാപാരമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ഹീറോയിസ് ആയിരിക്കും കൂടുതൽ വേണ്ടത്. പിന്നെ ഇതുപോലെ ഹീറോയിൻസും ചെയ്തിട്ടുണ്ട്, അങ്ങനെയുണ്ട്. അത് തന്നെ ആവരുതല്ലോ, ആ ഒരു പാറ്റേൺ ആവരുതല്ലോ. വ്യാപാരമാണ് സിനിമ, എന്റർടൈൻമെന്റ് ആണ് സിനിമ. അപ്പൊ കൂടുതൽ ഹീറോസ് തന്നെയാണ് വേണ്ടത് തോന്നുന്നു. തെറ്റുപറ്റി എന്ന് തോന്നിയാൽ ക്ഷമ ചോദിക്കാൻ മടിയില്ലാത്ത ഒരാളാണ് വാണി വിശ്വനാഥ്. ഉറപ്പായിട്ടും ക്ഷമിക്കൂ. അങ്ങനെ തെറ്റു പറ്റാറില്ല. തെറ്റുപറ്റിയാൽ ക്ഷമിച്ചിരിക്കും. ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഒരു ഫോട്ടോയോ? ഫോട്ടോ എടുക്കണോ? കണ്ടാലോ? കാണണോ? ഇവിടെ ഏത് ഫോട്ടോ കാണാനാ? ഞാൻ ഒരുപാട് ചിരിച്ച ശരിക്കും പറഞ്ഞ ബാബുവേട്ടന്റെ അമ്മയുണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും. അതേ ചായയാണ് പുള്ളി. എനിക്കിത് അയച്ചു തന്നു, എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ചിരി അടക്കാൻ വയ്യ. ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വീട്ടിൽ വേഷം കെട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഒരുപാട് അമ്മയൊക്കെ ചിരിപ്പിക്കും, എന്റെ അമ്മയൊക്കെ ചിരിപ്പിക്കാൻ ഒരുപാട് വേഷങ്ങൾ കിട്ടും. ഇങ്ങനെ അടുക്ക് ചോറും പാത്രമൊക്കെ ഉണ്ടല്ലോ, ആ പാത്രമൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന പോലെ കാണിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ കിടുകിടുകിടുന്ന് തന്നെ ചിരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര എന്റർടൈൻമെന്റ് വീട്ടില്. ഭയങ്കര നല്ല കുക്കാണെന്നൊക്കെ കേട്ടു. അയ്യോ, വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. 100%. അയ്യോ, എനിക്ക് തീരെ അറിയില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്താൽ രുചിയുള്ളതാന്നൊക്കെ ഇവര് പറയാറുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? അച്ഛൻ ജോത്സ്യനായതുകൊണ്ട് വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നു. വിശ്വാസം അത് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. അതിപ്പോ എല്ലാവരും ജ്യോത്സ്യത്തില് വിശ്വസിക്കണം എന്നില്ല. ഞങ്ങൾ ചെറുപ്പം മുതൽ ഇങ്ങനെ അച്ഛനെ കേട്ട് വളർന്നത് കൊണ്ട് അതൊരു വിശ്വാസമായി നോക്കുന്നു. പകുതി താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നതാണോ. നല്ല റിലീജിയസ് ആണ് അതില് വിശ്വസിക്കുന്നവർക്ക്. അതെ, അതങ്ങനെയാ ചേച്ചി. വിശ്വസിക്കുന്നവർക്ക് അതിന്റെ അത് മനസ്സിലാവും, അറിയുള്ളൂ. അന്ന് ചെയ്ത ചില കഥാപാത്രങ്ങൾ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറുകളും
എനിക്ക് അങ്ങനെയാണ്. എല്ലാം. ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് വന്നാലും പിന്നെയും ഒന്നും കൂടി തോന്നും നമുക്ക്, അതുപോലെയാണ്. അപ്പൊ എല്ലാ ക്യാരക്ടറും ഒരു പ്രാവശ്യം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നലാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബസ്സിന് പോകാനുള്ള കാശ് മാറ്റി വെച്ച് നടന്നു പോയ പ്രകൃതം പിൽക്കാലത്ത് ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു എന്താ പറയാ, അത് നമുക്കൊരു വിശ്വാസമാണ്, നമ്മളുടെ ഒരു ആത്മവിശ്വാസമാണ് അത്. പക്ഷെ ആ കാശ് മാറ്റി വെച്ച് സിനിമയ്ക്കായിരുന്നു, ആ സിനിമ തന്നെ എനിക്ക് കാശ് നേടി തന്നു എന്നാണ് പറയേണ്ടത്. തീർന്നു ശങ്കര, ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു ഫോട്ടോ കാണണം. എന്ത് ഇനി ഫോട്ടോയോ? അതേതാ? അച്ചോടാ കല്യാണ ഫോട്ടോ തിരുപ്പതിയിലായിരുന്നു. തിരുപ്പതിയില്. ഇപ്പൊ കറക്റ്റ് എത്ര വർഷമായി ചേച്ചി? ഇപ്പൊ ആർച്ചയുടെ വയസ്സിനേക്കാൾ ഒരു 2002 ഓക്കെ ഓക്കെ. തിരുപ്പതി അമ്പലത്തില്. ഓക്കെ. അപ്പൊ ശങ്കര ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞോ? ചോദ്യങ്ങൾ കഴിഞ്ഞു. സ്റ്റണ്ട് പഠിപ്പിക്കുമോ ചോദിക്കാൻ വേണ്ടി. എന്താ ചോദിക്കണ്ടേ? എന്നെ സ്റ്റണ്ട് പഠിപ്പിക്കുമോ? പഠിപ്പിക്കാം. ഈ ഡ്രസ് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. അല്ല, ഇതാ നല്ലത്. ഈ ഡ്രസ്സിൽ പഠിപ്പിക്കൂല, വേഷം മാറിയിട്ട് വന്നാ പഠിപ്പിക്കാം കേട്ടോ. ആണോ? എന്തായാലും മുൻകരുതൽ നന്നായി. ആളുടെ കയ്യിലൊക്കെ കുറച്ച് അതാണ് ഇങ്ങനെ മുൻകരുതൽ എടുത്ത് വന്നിരിക്കുന്നത്. ഓക്കെ ശങ്കര. ശരി. ചേച്ചിക്ക് പൊറോട്ടയും ബീഫും ഭയങ്കര ഇഷ്ടമാന്നൊക്കെ കേട്ടിട്ടുണ്ട്, ആണോ? ഞങ്ങൾ ബീഫ് കഴിക്കാറില്ല. ഇല്ല. പൊറോട്ടയും ഞാൻ വളരെ ആരാ പറഞ്ഞു, ബാബുവേട്ടനായിരിക്കും. ബാബുവേട്ടന്റെ ഇഷ്ടപ്പെട്ട സംഭവമാണ് അത്, പൊറോട്ടയും ബീഫ്. പൊറോട്ടയും ചേച്ചി വെജിറ്റേറിയൻ ആണോ? പ്യോർ നോൺ വെജ് ആണ്, പക്ഷെ ബീഫ് കഴിക്കില്ല. അപ്പൊ ചിക്കൻ, മട്ടൻ, ഫിഷ് എല്ലാം കഴിക്കും. ഫിഷ് കഴിക്കും. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ഞാൻ ആർക്കും കൊടുക്കില്ല. ഇന്റർവ്യൂ അല്ല കേട്ടോ, ഇത് 1.5 ഇന്റർവ്യൂ, ഒരു ഇന്റർവ്യൂ അല്ല. ഇനി മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ അപ്പൂസ് വിളിച്ചാൽ ചേച്ചി വരുമോ ഇല്ലയോ? വന്നിരിക്കും. ഓ, ഇതുപോലെയാണെങ്കിൽ വന്നിരിക്കും. അന്നത്തെ പോലെ തന്നെയാണോന്ന് ഇനിയും ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ നിറയെ ചോദ്യങ്ങളും കാര്യങ്ങളും. നമുക്കറിയാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ. ചേച്ചി പിടികിട്ട പുള്ളിയുടെ നടക്കുകയായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ പിടിച്ചു കെട്ടി ഇവിടെ ഇരുത്തി. ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാരും ചോദിക്കുന്ന ഇനിയും കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇന്നിപ്പോ ചോദിക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് ഞാൻ ഇനിയിപ്പോ ചേച്ചിനെ വിളിച്ചിട്ട് ഇനിയിപ്പോ എപ്പോ ചോദിക്കും, അടുത്ത എന്തെങ്കിലും ഒരു ഇന്റർവ്യൂല് ചേച്ചിനെ വിളിച്ചിട്ട്. ഇന്നിപ്പോ നമ്മൾ ഇവിടെ വന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും ചേച്ചിനെ മിസ് ചെയ്യാണ്. ഈ ഒരു ആക്ടറിനെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് അത് ഫീൽ ചെയ്യാം അല്ലെ? എല്ലാവരും പറഞ്ഞ ഒരേ ഒരു വാക്കാണ്. ചേച്ചിയും പറയുന്നത് തുടർന്ന് ചേച്ചി ഉണ്ടാവും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് പറ്റിയ, അവർക്ക് പറ്റിയ, എനിക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളുമായിട്ട് വരാൻ, അതുപോലത്തെ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഉണ്ടാവും. എന്തായാലും ചേച്ചി അവസാനം ഞങ്ങളുടെ ഈ ഒരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് വന്നിട്ട് ഇനി ലാസ്റ്റ് ഒരേ ഒരു ചോദ്യം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനോട് ചേച്ചി എത്രത്തോളം യോജിക്കുന്നു? ചേച്ചിയുടെ ലൈഫ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ്? മോസ്റ്റ് ബ്യൂട്ടിഫുൾ. എന്താ പറയാ, ബ്യൂട്ടിഫുൾ മാത്രല്ല, എല്ലാം ചേർന്നതാണ്. ഒരുപാട് എന്റെ ലൈഫ് വളരെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്നു. മക്കളും എല്ലാവരുമായിട്ട് അത് എന്നെ കാണുമ്പോ തന്നെ അറിയാലോ. തീർച്ചയായിട്ടും പറയുന്നതുകൊണ്ട് തന്നെ അറിയാലോ, ഞാൻ വളരെ സന്തോഷവതിയാണ്. മക്കളുടെ കാര്യങ്ങൾ നോക്കി അതിലൊരു സന്തോഷമുണ്ടല്ലോ, തീർച്ചയായിട്ടും അതിലാണ് കൂടുതൽ ലൈഫ് ബ്യൂട്ടിഫുൾ ആവുന്നത്. ശരിക്കും നമ്മുടെ ലൈഫിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യുന്നത് അവരൊക്കെയാണല്ലോ. അതെ. അപ്പൊ എന്തായാലും ശരിക്കുള്ളൊരു ടൈറ്റിൽ തന്നെയാണ്, എനിക്ക് പറ്റിയ ടൈറ്റിൽ തന്നെയാണ്. അപ്പൊ ഇതേപോലെ ഇനി മനോഹരമാവട്ടെ ചേച്ചിയുടെ ലൈഫ് എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്, വിഷ് ചെയ്യാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഇത്രയും നല്ല സമയം ഞങ്ങൾക്ക് തന്നതിന്. യെസ്, താങ്ക് യു.